പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്നും ഏകദേശം 36 വർഷങ്ങൾക്ക് മുമ്പ് കേരളം വിട്ട് നാഗ്പൂരിലെത്തിയ ശ്രീ വി പവിത്രൻ നായരാണ്. ഇന്ന് നാഗ്പൂരിൽ വളരെയധികം അറിയപ്പെടുന്ന പ്രശസ്തനായൊരു വ്യവസായിയാണ് അദ്ദേഹം. ഒട്ടേറെ വിശേഷങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ടാകും. കാരണം 36 വർഷക്കാലത്തെ അനുഭവം. നമുക്ക് ആദരവോടെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. വളരെ എക്സ്പീരിയൻസ്ഡായ ഒരു വ്യക്തിയാണ് താങ്കൾ, മറുനാടൻ മലയാളി എന്ന നിലയിൽ. കാരണം 36 വർഷക്കാലം എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രധാന കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞത്. എങ്ങനെയായിരുന്നു ഈ മറുനാടൻ മലയാളി ആകുവാനുള്ള ഒരു കാരണം, അല്ലെങ്കിൽ തുടക്കം എന്തായിരുന്നു? നാട് വിട്ടു പോരാനുള്ള കാരണം? നാട് വിട്ട് വരാൻ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജോലിപരമായിട്ട് തന്നെ വന്നതാണ്. ജോലിക്ക് വേണ്ടി വന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് കമ്പനിയിൽ തന്നെ ആദ്യം ജോലി കിട്ടി. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം വിദ്യാഭ്യാസം കേരളത്തിൽ കഴിഞ്ഞു. അപ്പോൾ നാട്ടിൽ ശ്രമിച്ചില്ലേ? നാട്ടിൽ ശ്രമിക്കുന്നതിന് അതിൻ്റെ ആവശ്യം വളരെ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തു വരാൻ ആഗ്രഹിച്ചു. കൂടുതൽ ശ്രമിക്കേണ്ടി വരും തോന്നി അവിടെ? ശ്രമിച്ചാൽ സാധിക്കുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അല്ല, ഇപ്പോൾ ഈ ശരിക്കും ആദ്യം വന്നത് കേരളം വിട്ടിട്ട് വടക്കേ ഇന്ത്യയിലോട്ടാണ്? ആദ്യം വന്നത് ഞാൻ ബീഹാറിലായിരുന്നു. ബീഹാറിൽ ആരെങ്കിലും? റാഞ്ചി എൻ്റെ ഒരു വളരെ അടുത്തൊരു ബ്രദർ ഉണ്ടായിരുന്നു. അവിടെ എന്തായാലും നാരായണൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വളരെയധികം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എന്നും റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അയാളുടെ അവിടെ വന്ന് അവിടെ സ്വന്തം ഇനീഷ്യലി ഞാൻ ഒരു ചെറിയ ജോബ്, ഒരു സൂപ്പർവൈസറി കാറ്ററിൽ ഒരു ജോബ് കിട്ടി. അതിനുശേഷം അവിടെ നിന്ന് തന്നെ റിസർച്ചും ഗുഡാസിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് അതിൽ ചാൻസ് കിട്ടി. അവിടെ സൈറ്റിൽ തന്നെ ഗഡ്സില എന്ന് പറഞ്ഞൊരു സൈറ്റിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അവിടുന്ന് 72 ബുക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്നെ ട്രാൻസ്ഫർ ചെയ്തു. ബുക്കാറോ സ്റ്റീൽ പ്ലാന്റ് ബീഹാറിൽ തന്നെ. അത് അവിടെ ഫുൾ ഒരു ട്രയൽ ബേസ് എന്നെ അവിടുത്തെ ഇൻചാർജ് ആക്കി. അവിടെ സക്സസ് ആയി. അതിനുശേഷം 74 എന്നെ ഇവിടെ നാഗ്പൂരിൽ. അപ്പോൾ ഈ ബീഹാറിന്ന് അനുമതി ചോദിച്ചോട്ടെ, ബീഹാർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു കേൾവി വെച്ചിട്ട് ഒട്ടേറെ കൃഷി ഉള്ള ഒരു സ്ഥലമാണല്ലേ? കൃഷി എല്ലാം അവിടെ കനിയാണ് ഏറ്റവും കൂടുതൽ. ആണോ? കൽക്കരി, കനി, അയൺ ഓർ, പിന്നെ എല്ലാ ഓറും ഏറ്റവും കൂടുതൽ ഓറുള്ള സ്ഥലം ബീഹാർ. ജാർഖണ്ഡ്. ഇന്നിപ്പോൾ ഡിവിഷൻ ആയില്ലേ? ഇപ്പോൾ ജാർഖണ്ഡും ബീഹാർ അന്ന് ഒന്നായിരുന്നു. ബീഹാറായിരുന്നു ജാർഖണ്ഡും. ബീഹാർ അന്ന് ചെല്ലുമ്പോൾ മലയാളികൾ അധികം ഉണ്ടോ അവിടെ? മലയാളി ഇതുമാതിരി ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ മലയാളികളുണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ആദ്യം ചെന്നത്? ഇൻഡസ്ട്രി ആണെന്നുള്ളത്. ഇത് ഓരോ കൺസ്ട്രക്ഷൻ കമ്പനി, റിച്ചർഡ്സൺ വുഡ് കൺസ്ട്രക്ഷൻ കമ്പനി, അവർ വലിയ ഫാക്ടറികൾ നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ്. അത് ബീഹാറിൽ നിന്ന് പിന്നെ നേരെ അതേ കമ്പനിയിൽ എനിക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി, മഹാരാഷ്ട്രയിലോട്ട്, നാഗ്പൂരിലേക്ക്. നാഗ്പൂർ ഒരു 74 ഇവിടെ വന്നു സെറ്റിൽ ചെയ്ത്. അതിനുശേഷം പിന്നെ എനിക്ക് സൈറ്റിൽ കൺസ്ട്രക്ഷൻ ഇൻചാർജായിട്ട്, എഞ്ചിനീയറായിട്ട് പിന്നെ പോകേണ്ടി വന്നു. പല സ്ഥലത്ത് ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്റ്റേറ്റിലും ജോലി ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഇത് ഇൻചാർജായിട്ട് ഏകദേശം എല്ലാ സ്റ്റേറ്റിലും പോയി. എല്ലാ സ്റ്റേറ്റിലും, ഈവൻ ഇൻക്ലൂഡിങ് ലഡാക്ക്, അണ്ടമാൻ നിക്കോബാർ, ബാക്കി ഓൾ അതർ പ്ലെയിൻസ്. ഒട്ടേറെ യാത്രാനുഭവമുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് യാത്രകൾ. എനിക്ക് ഭാഷകളും എത്ര ഭാഷകൾ അറിയാം? 9 ഭാഷ അറിയാം. 9 ഭാഷ അറിയാം. ഏതൊക്കെ ഭാഷയാണ്? മലയാളം അറിയാം, പിന്നെ കൊങ്കണി, മറാഠി, ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഇതൊക്കെ അറിയാം. ഈ പഞ്ചാബി ഹിന്ദി തമ്മിൽ തന്നെ ഡിഫറൻസ്? കുറച്ച് വ്യത്യാസമുള്ളൂ. അത് ആ ട്വിസ്റ്റ് ഓഫ് ടങ്. കൊങ്കണി ഭാഷ എങ്ങനെ പഠിച്ചു? ഞാൻ ഗോവയിലുണ്ട്. ഗോവ സൈറ്റിൽ ഒരു 1.5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ പൊതുവെ വളരെയധികം ഗ്രാസ്പിംഗ് പവറുള്ളൊരു വ്യക്തിയാണ്. പെട്ടെന്ന് ഇത് പഠിക്കാനുള്ള, ഭാഷ പഠിക്കാനുള്ള വളരെ ആഗ്രഹം, ഇൻക്യൂസിറ്റീവ്നെസ് ഉണ്ടായിരുന്നു. ആ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടാവും പല മേഖലകളിലും. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് വിത്ത് ലേബേഴ്സ്. അവരുടെ ലാംഗ്വേജിൽ സംസാരിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് കൂടുതൽ ഇൻഡിവിജ്വൽ ഫീൽ ചെയ്യും. അങ്ങനെ ഇവിടെ നാഗ്പൂർ വന്നതിന് ശേഷം പിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റ്സിലായിരുന്നു. പല വേരിയസ് സൈറ്റ്സിൽ. അത് പിന്നെ കഴിഞ്ഞിപ്പോൾ റീസെൻ്റ്ലി ലാസ്റ്റ് 4 years ഇവിടെ സെറ്റിലായി നാഗ്പൂരത്ത്. ഇപ്പോൾ വെളിയിൽ കൂടുതൽ സൈറ്റിൽ പോകാറില്ല. പിന്നെ ഒരു ഫാക്ടറി ഉണ്ട്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ഫാക്ടറി വെച്ചാൽ ഒരു ഈ
ഡ്യൂറിങ് ദിസ് പീരീഡ് ഒരു ചെറിയൊരു പ്ലോട്ട് എടുത്തു ബുട്ടിപൂരിയിൽ സ്വന്തമായിട്ട് MIDC തന്നെ. അത് മെല്ലെ മെല്ലെ അത് ഒരു നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ സാധനം വരുമ്പോൾ ഒരു ട്രിപ്പ് അവിടെ ഇട്ടു. അങ്ങനെ അത് മെല്ലെ ബിൽഡ് ചെയ്ത് ഫാക്ടറി ആയി. 1994 അതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ മെല്ലെ മെല്ലെ പ്രൊഡക്ഷൻ 2004 പ്രൊഡക്ഷൻ തുടങ്ങി. 2004 ഒരു മോശമില്ലാതെ പോകുന്നു. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസ്മിഷൻ ലൈൻ ടവർ ഫാബ്രിക്കേഷൻ. മോനാണ് നോക്കുന്നത്? മോനാണ് അത് നോക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകും. മോൻ്റെ പേരെന്താണ്? മൂത്ത മോൻ വിപിൻ നായർ. വിപിൻ നായർ മൂത്ത ആള്.